ഭീകരവാദത്തെ ചെകുത്താന്റെ പ്രവർത്തനമെന്ന് സൗദി അറേബ്യൻ ഭരണാധികാരികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു OIC. എന്നും നരേന്ദ്രമോദിയുടെ കടുത്ത എതിരാളിയായ മുസ്ലിം സമുദായ നേതാവ് OIC സ്വീകരിക്കുന്ന ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമെതിരായ നിലപാടുകൾക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുകൂലികളിൽ നിന്നുമുള്ള കയ്യടികൾ കിട്ടുകയാണ്. സൗദി അറേബ്യ, കുവൈറ്റ്, അർജീരിയ, ബഹ്റിൻ എന്നിവിടങ്ങളിലേക്ക് പോയ ജയ് പാണ്ഡെയുടെ സംഘത്തിൽ OIC ഉണ്ടായിരുന്നു. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻ പാകിസ്ഥാന് നൽകുന്ന ധനസഹായം നിർത്തലാക്കണമെന്ന് OIC സൗദി അറേബ്യൻ ഭരണാധികാരികൾക്ക് മുന്നിൽ തറപ്പിച്ചു പറഞ്ഞു. പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് മുസ്ലിം രാജ്യത്തെ കൂട്ടായ്മ നൽകുന്ന ധനസഹായമാണിത്. ഇതുപയോഗിച്ച് പാകിസ്ഥാൻ ഭീകരവാദമാണ് നടത്തുന്നതെന്ന് OIC അക്കമിട്ട് തെളിവ് നിർത്തി വാദിച്ചു. ഭീകരത നിലനിൽക്കുന്നത് ഈ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത്തരം പൈശാചിക പ്രവർത്തനങ്ങളെ ചെകുത്താന് പോലും അംഗീകരിക്കാൻ കഴിയില്ല. അത്രമാത്രം തിന്മകളാണ് പാക് ഭീകരർ ചെയ്യുന്നത്. പിശാച് പോലും അത് അംഗീകരിക്കാൻ മടിക്കുമെന്നും സൗദി അറേബ്യ, കുവൈറ്റ്, അർജീരിയ, ബഹ്റിൻ എന്നീ 4 രാജ്യങ്ങളുടെയും മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു OIC. ഞാൻ എൻ്റെ രാജ്യത്തോടുള്ള ഉത്തരവാദിത്തമാണ് നിറവേറ്റുന്നതെന്നും നന്മയുടെ പക്ഷം ചേർന്ന് നിന്നാണ് വാദിക്കുന്നതെന്നും OIC ചൂണ്ടിക്കാട്ടുന്നു. പാകിസ്ഥാന് ലഭിക്കുന്ന നിയമപരമായ ഫണ്ടുകളുടെ ഒരു ചെക്ക് ലിസ്റ്റ് 4 രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികൾക്ക് മുന്നിൽ OIC അവതരിപ്പിച്ചു. IMF-ൽ നിന്ന് പാകിസ്ഥാന് $2 ബില്യൺ വായ്പ ലഭിക്കുന്നുണ്ടെന്നും ലോക ബാങ്കിൽ നിന്ന് 40 ബില്യൺ പണം അവർ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നും OIC വാദിച്ചു. സൗദി അറേബ്യ രാജ്യത്തേക്ക് ഞങ്ങൾ പോയപ്പോൾ രാജ്യം ഏകദേശം $2 ബില്യൺ ആ രാജ്യം പാകിസ്ഥാന് ധനസഹായം നൽകിയതിനെക്കുറിച്ചും ചോദിച്ചുവെന്നും OIC പറഞ്ഞു. ഇപ്പോൾ സൗദി മൊത്തത്തിൽ പാകിസ്ഥാന് 12 ബില്യൺ വായ്പ നൽകിയിട്ടുണ്ടെന്നും ഞങ്ങൾ അവരെ ഓർമ്മിപ്പിച്ചിരുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാന് സൗദിയും അറബ് സംഘടനകളും നൽകുന്ന ഈ പണമെല്ലാം എവിടേക്കാണ് പോകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. പണവും ലോണുകളും നൽകുന്നവർ അറിയണം എന്തിനാണ് ഈ പണം ചിലവാക്കുന്നത് എന്നത്. പാകിസ്ഥാനിലെ പട്ടിണിക്കാരായ ജനങ്ങൾക്ക് നൽകുന്ന ഇത്തരം ധനസഹായം കോർ കമാൻഡർമാർ മുതൽ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ വരെയുള്ള ഈ കോർ കമാൻഡർമാരിലേക്കാണ് ഇത് പോകുന്നത്. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ അറബ് രാജ്യങ്ങളുടെ പണം ഉപയോഗിക്കുകയാണ് പാകിസ്ഥാൻ. ഇത്തരം ഫണ്ട് ഉപയോഗിച്ച് അവർ ഇന്ത്യക്കാരെ കൊല്ലുന്നു എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. 2018-ലും 2019-ലും സംഭവിച്ചതുപോലെ തന്നെ പാകിസ്ഥാനെ FTF ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ സംഘം സഹായം തേടിയിരുന്നതായും വ്യക്തമാക്കുന്നുണ്ട്. മുംബൈയിൽ നടന്ന 26/11 ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഭീകരൻ സാജിദ് മീറിനെതിരെ പാകിസ്ഥാൻ നടത്തിയ U-ടേൺ വിവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. സാജിദ് മീർ മരിച്ചുവെന്ന് പാകിസ്ഥാൻ പലതവണ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ത്യൻ പ്രതിനിധി സംഘം ജർമ്മനിയിൽ യോഗം നടത്തിയപ്പോൾ ഈ വിഷയം പൊങ്ങി വന്നു. എല്ലാവരും അത്ഭുതപ്പെടുത്തി. സാജിദ് മീർ ജീവിച്ചിരിപ്പുണ്ടെന്നും പിന്നീട് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടുവെന്നും അവിടെ വെച്ച് പാകിസ്ഥാന്റെ പ്രതിനിധി ഇക്കാര്യങ്ങൾ പറയുകയായിരുന്നു. 2018 മുതൽ 2022 വരെ പാകിസ്ഥാൻ FATF ഗ്രേ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുവെന്നും അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം ഉണ്ടായിരുന്നുവെന്നും എല്ലാ അയൽ രാജ്യങ്ങളും സുരക്ഷിതരാണ് എന്നും OIC സൗദി അധികാരികളെ ഓർമ്മിപ്പിച്ചു. ഞങ്ങൾ എല്ലാവരും ഈ ഭീകരതയുടെ ഇരകളാണ് എന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും നല്ല കാര്യം പാകിസ്ഥാനെ FATF-ൽ കൊണ്ടുവരിക എന്നതാണ്. പാകിസ്ഥാന്റെ ജനതയോട് ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല. പക്ഷെ ആ ജനതയെ ഉപയോഗിച്ച് ഭീകരവാദം നടത്തുന്നു. സൈന്യവും ഈ തീവ്രവാദ ഗ്രൂപ്പുമാണ് പാകിസ്ഥാന്റെയും അവിടുത്തെ ജനത്തിന്റെയും നാശത്തിന് കാരണമെന്നും OIC ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.